എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു പരീക്ഷണങ്ങൾ തരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയണം. ഇന്നാ വിശ്വാസം നമ്മളിൽ പലർക്കുമില്ലല്ലോ. എല്ലാ കാണാനൊക്കെ വലിയ മനുഷ്യനായിരിക്കും, താടിയുണ്ടാകും, നിസ്കാര തടമ്പുണ്ടാകും, ഹജ്ജ് ചെയ്തവരോലും തൂങ്ങിച്ചാകുന്ന കാലമല്ലോ. അള്ളാഹുവേ, ഉംറയ്ക്ക് പോയവർ 5 നേരം നിസ്കരിക്കുന്നവരോ, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ച് നടക്കുന്ന എത്രയോ പേര് അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന, പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനൊരു ആയുധം പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നാട്ടുകാരെ പരിഹസിക്കുമ്പോ, കളിയാക്കുമ്പോ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും നിനക്കെതിരെ തിരിയുമ്പോ, അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കാൻ കഴിയാതെ എത്രയോ പേര് ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ചാകണമെന്ന് തോന്നുന്ന സമയത്ത്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്ന ഒരു ദിക്റുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്ന ഒരു ദിക്റുണ്ട്. 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ആ മനുഷ്യൻ അല്ലാഹു സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏത് ദിക്റെന്നറിയുമോ? ക്ഷമ കിട്ടുന്ന, അല്ലാഹുവേ ജീവിതത്തിൽ ധൈര്യം കിട്ടുന്ന ആ ദിക്ർ ഏതെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മുനാഫിക്കീങ്ങൾ അപവാദം പറഞ്ഞ് പരത്തുകയാ. സൗബാൻ എന്ന് പറയുന്നവരെ ചെറുപ്പക്കാരനുമായി ചേർത്ത് വെച്ചിട്ട് ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് പറഞ്ഞ് പരത്തുകയാണ്. ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ. ആ ആയിഷ ബീബിയെ പോലും വെറുതെ വിട്ടില്ല. ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞ് പരത്തുകയാണ്. റബ്ബേ, സഹാബത്ത് മുഴുവനും വിശ്വസിക്കുകയാ. സഹാബത്ത് മുഴുവനും വിശ്വസിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സർവ്വ സ്ഥലങ്ങളിലും സഹാബത്ത് ഒരുമിച്ച് നിന്ന് ചർച്ചയാണ്. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുത്തു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക. ആയിഷ, ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിലേക്കൊന്ന് മാറി നിൽക്ക. ആയിഷ, ആയിഷ ബീവിയുടെ ഹൃദയം തകർന്നു പോവുകയാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല. വീടിനകത്തിരുന്ന് വല്ലാതെ കരയുകയാ. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ബാബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടി ചെന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാനിങ്ങനെ തെറ്റ് ചെയ്യുമോ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇവര് മുഴുവനും പറയുന്നത് കള്ളമാവാ. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ എന്ന പൊന്നുപോട് കരയുമ്പോ അബൂബക്കർ തങ്ങള് പറഞ്ഞു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല. വാപ്പയും കൈയടിഞ്ഞു. ഉമ്മയുടെ മുന്നിലേക്ക് ഓടുകയാണ്. മക്കളുടെ കണ്ണ് നിറയുന്നത് സഹിക്കൂലല്ലോ. ഉമ്മയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. ആയിഷ അവിടെയും പറഞ്ഞു, ഉമ്മ ചെയ്തില്ല, ഉമ്മ, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യൂല, ഞാൻ ചെയ്തിട്ടുമില്ല. ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. അല്ലാഹുവേ, ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുമ്പോ പെറ്റ ഉമ്മ പോലും പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. വാപ്പയും കൈയിഴഞ്ഞു, വാപ്പയും കൈയിഴഞ്ഞു. ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് മുദ്ര കുത്തുകയാ. പക്ഷേ ആ 16 വയസ്സുകാരി പതറിയില്ല. 14 വയസ്സാണെന്ന് പ്രായം. അവള് തൂങ്ങാൻ തയ്യാറെടുത്തില്ല, വിഷമെടുത്ത് കുടിച്ചില്ല, നരമ്പ് മുറിച്ചില്ല, ഭിത്തിയിൽ തലയിട്ടിട്ട് ഇടിച്ചടി ചാവാ നിന്നില്ല. ഏതെങ്കിലും വെള്ളത്തിൽ പോയി ചാടിയിട്ട്
ചാകാ തയ്യാറായില്ല. വീടിനകത്ത് കയറുകയാണ്. വീടിനകത്ത് കയറി ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാ. 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം സുബഹി കഴിഞ്ഞപ്പോ ആയിഷ ബീബി നോക്കുമ്പോഴത് അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കയറി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ പെണ്ണ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ വന്നു നബിയേ. ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്ന ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കുറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്ത് വരുമെന്ന്. ഏഴാകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആ 14 വയസ്സുകാരിയുടെ ഉറപ്പ് കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ, എങ്ങനാ ആയിഷ ഇത്ര ഉറപ്പുണ്ട് ആയിഷ? ഖുർആൻ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ. ആ ദിക്ർ പറഞ്ഞിട്ടാ പിടിച്ചു നിന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് ദിക്റാ ആയിഷ, ഏത് ദിക്റാ ആയിഷ? ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ പറയാ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാരോ, പറയാ പഠിച്ചു വെച്ചോ പെങ്ങള്. ആര് കളിയാക്കട്ടെ, ആര് പരിഹസിക്കട്ടെ, ഇല്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിക്കട്ടെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിട്ട് എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു, നബിയേ, ഏത് ദിക്റെന്നറിയുവോ, ഏത് ദിക്റെന്നറിയുവോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. നിസ്കാരപ്പായിരുന്നിട്ട് 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹ്, ആര് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല പടച്ചവരെ, ആര് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ല, നീയല്ലാതെ എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ അല്ലാ. ഹസ്ബുനല്ലാ, ഹസ്ബുനല്ലാ, ഹസ്ബുനല്ലാ. എന്റെ പെങ്ങളെ പഠിച്ചു വെച്ചു, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു തരുമ്പോ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചു വെച്ചോ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാ, ചാകണമെന്ന് തോന്നുന്നതിന് മുമ്പ്, കയറെടുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്, കയറ് വലിച്ചെറിയാൻ തോന്നും. അല്ലാഹു നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.